ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും ഈസി ലേൺ PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നടന്ന LGS എക്സാമിൻ്റെ ആൻസർ കീയാണ് നോക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4. മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെടുന്നു. മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേനയെ കലാപങ്ങൾ അടിച്ചമർത്താൻ രൂപീകരിച്ചു. കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയമാണ് കലാപത്തിന് കാരണം. ആൻസർ ഓപ്ഷൻ ഡി. കാലഘടന അനുസരിച്ച് ക്രമപ്പെടുത്തുക. ഓപ്ഷൻ സി ആണ് വരുന്നത്. 1, 3, 4, 2. കുണ്ടറ വിളംബരം, മലയാളി മെമ്മോറിയൽ, ഗുരുവായൂർ സത്യാഗ്രഹം, നിവർത്തന പ്രക്ഷോഭം. ഓപ്ഷൻ സി. ചേരുംപടി ചേർക്കുക. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം, പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, വാഗ്ഭടാനന്ദൻ, ആത്മവിദ്യാസംഘം, വൈകുണ്ഠസ്വാമികൾ, സമത്വ സമാജം. ഓപ്ഷൻ എ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏത്? വേദാധികാര നിരൂപണം. 5ാമത്തെ ക്വസ്റ്റ്യൻ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് ഏതൊക്കെയാണ്? 1, 2, 4 ആണ്. സഞ്ചാര സ്വാതന്ത്ര്യത്തിന് കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭം TK മാധവൻ നേതൃത്വം നൽകി. മന്നത്ത് പത്മനാഭൻ സവർണജാഥ നയിച്ചു. ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷം ഏതാണ്? 1950 ജനുവരി 26. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധമായ വിദ്യാഭ്യാസം മൗലികാവകാശമായത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 86ാം ഭരണഘടനാ ഭേദഗതി 2002. ഓപ്ഷൻ ബി. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ഭാഗം 4A. ഓപ്ഷൻ സി. ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലികാവകാശങ്ങൾ ഉൾപ്പെടാത്തത് സ്വത്തവകാശം. ഓപ്ഷൻ എ. താഴെ കൊടുത്തിരിക്കുന്നതിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള ഏത് രാജ്യത്തിനാണ്? ബ്രിട്ടൻ. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ്. നിലവിലെ ലോക്സഭാ സ്പീക്കർ ഓം ബിർള. താഴെ തന്നിരിക്കുന്നത് ദാദാഭായ് നവറോജിയുമായി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ 3 മാത്രമാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ. അത് തെറ്റാണ്. ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ബാക്കിയൊക്കെ ബന്ധമുള്ളതാണ്. ഓപ്ഷൻ സി. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ബാലഗംഗാധര തിലകൻ. താഴെ തന്നിരിക്കുന്നതിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന കാരണങ്ങൾ ഏതൊക്കെയാണ്? കർഷകരുടെ ദുരിതങ്ങൾ, കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യം, രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ, ശിപായിമാരുടെ ദുരിതങ്ങൾ. എല്ലാമാണ്. ഓപ്ഷൻ ഡി. ക്വിറ്റ് ഇന്ത്യ സമര നായിക അരുണ ആസിഫ് അലി. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത്? ഓപ്ഷൻ സി. സൂര്യ സെൻ. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ ശില്പിയാര്? വിക്രം സാരാഭായ്. ഏത് രാജ്യത്തിന്റെ സാങ്കേതിക സഹായത്തോടെയാണ് 1964 ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് എന്ന ഇരുമ്പുരുക്കുശാല ആരംഭിച്ചത്? ജർമ്മനി. 12ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടത് സുസ്ഥിര വികസനം. താഴെ പറയുന്നവയിൽ കേരള സർക്കാരിൻ്റെ ഗവേണൻസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറായ സഞ്ജയ നൽകുന്ന സേവനങ്ങൾ മുകളിൽ പറഞ്ഞവയല്ല. റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് AI അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതി സേഫ് കേരള. ഓപ്ഷൻ ബി. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ VP മേനോനെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതാ? 1, 3, Aയും Cയുമാണ് വരുന്നത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സംയോജനവുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറി ആയിരുന്ന മലയാളി. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. താഴെ തന്നിരിക്കുന്ന 1961 വരെ പോർച്ചുഗലിൻ്റെ അധീനതയിലായിരുന്ന പ്രദേശം ഏത്? ഗോവ. അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഉൾപ്പെടാത്തത്? ഓപ്ഷൻ ബി. ആന്ധ്രാപ്രദേശ്. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക്, 37 ഡിഗ്രി 6 വടക്ക്. ഓപ്ഷൻ സി. ഗംഗാ നദിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഗാംഗ്ടോക്ക് ഗംഗയുടെ പോഷക നദിയാണ്. നെക്സ്റ്റ് വൺ. വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പുകളിലൂടെ നൽകുന്ന രീതി ഫെർട്ടിഗേഷൻ. മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്നത് വടക്ക് കിഴക്കൻ മൺസൂൺ കാലം. മൺസൂൺ കാറ്റുകൾ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയല്ലാത്തത്? കേരളത്തിലെ ഏറ്റവും നീളമുള്ള നദി ഭാരതപ്പുഴ. 2023 വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് നേടിക്കൊടുത്ത കൃതി ജീവിതം ഒരു പെൻഡുലം. ഐക്യരാഷ്ട്ര സംഘടന 2023 ഏത് വർഷമായി ആചരിക്കുന്നു? ചെറുധാന്യ വർഷം. പെരിയാറിൻ്റെ പോഷക നദികൾ ഏതെല്ലാം? മുതിരമ്പുഴ, പെരിഞ്ചാംകുട്ടിയാർ. ഓപ്ഷൻ എ ആണ്. ചേരുംപടി ചേർക്കുക. നെയ്യാറ് തിരുവനന്തപുരം. അത് കറക്റ്റാണ്. ചെന്തരണി കൊല്ലം, കരിമ്പുഴ മലപ്പുറം, കൊട്ടിയൂർ കണ്ണൂർ. ഓപ്ഷൻ എ ആണ് വരുന്നത്. തന്നിരിക്കുന്ന പോലെ തന്നെയാണ് വരുന്നത്. 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാന ജേതാക്കളായ ഡോക്ടർ കാറ്റലിൻ കാരിക്കോ, ഡോക്ടർ ഡ്രൂ വെയ്സ്മാൻ എന്നിവർക്ക് എന്തിനുള്ള കണ്ടുപിടുത്തത്തിനാണ് സമ്മാനം ലഭിച്ചത്? mRNA വാക്സിൻ വികസിപ്പിച്ചതിന്. ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന
4 മാത്രം. തേക്കടി വന്യജീവി സങ്കേതം എന്ന പേരിൽ അറിയപ്പെടുന്നു. അതാണ് 4 മാത്രം. ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് പോത്തുകൽ. തണ്ണീർമുക്കം പണ്ട് നിർമ്മിച്ചിരിക്കുന്ന കായൽ വേമ്പനാട്ട് കായൽ. നെക്സ്റ്റ് വൺ. മുതിരപ്പുഴ ആറിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജലവൈദ്യുത നിലയങ്ങൾ ഏതും താഴെ കൊടുത്തിരിക്കുന്നത് കണ്ടെത്തുക. 1 മാത്രമാണ്. പള്ളിവാസൽ, ചെങ്കുളം. കേരളത്തിലെ തീരപ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ നിന്ന് ശരിയായത് കണ്ടെത്തുക. 1 മാത്രം. ഉപ്പ് രസമുള്ള എക്കൽ മണ്ണ്. ഓപ്ഷൻ സി ആണ്. ഇന്ത്യൻ ഉപദ്വീപീയ പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപീയ നദികൾ. താഴെ നൽകിയിരിക്കുന്നവയിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ ഏതല്ല? നർമ്മദ, താപ്തി. ചന്ദ്രയാൻ 1 പ്രൊജക്ട് ഡയറക്ടറാണ് അണ്ണാദുരൈ. എന്നാൽ ചന്ദ്രയാൻ 3 പ്രൊജക്ട് ഡയറക്ടർ ഡോക്ടർ പി വീരമുത്തുവേൽ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ലാറ്ററൈറ്റ് മണ്ണോ നിർവാർച്ചയുള്ള മണ്ണോ, രണ്ടിലേതെങ്കിലും ഒന്ന് വരാവേ. ഡിസംബർ 1 ദുബായിൽ നടന്ന COP28 ഉച്ചകോടി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കാലാവസ്ഥാ വ്യതിയാനം. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുന്ന മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണം 11. കേരളത്തിലെ ആദ്യ തീവണ്ടി യാത്ര ഏതെല്ലാം സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്നു? തിരൂർ, ബേപ്പൂർ. കേരളത്തിലെ ആദ്യ തീവണ്ടി യാത്ര ബേപ്പൂർ, തിരൂർ. ലാക്ടോമീറ്റർ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പാൽ. UK, ഇന്ത്യ, കെനിയ ഈ 3 രാജ്യങ്ങളുടെ പ്രത്യേകത. കോമൺവെൽത്ത് രാജ്യങ്ങൾ. ഹരിതഗൃഹവാതകങ്ങൾ പെടാത്തത് നൈട്രജൻ. INA-യുമായി ബന്ധപ്പെട്ട് നേതാക്കൾ ഏതൊക്കെയാണ്? സുഭാഷ് ചന്ദ്രബോസ്, ക്യാപ്റ്റൻ ലക്ഷ്മി. ഇന്ത്യയിലെ വിദ്യാലയങ്ങളിൽ ഉച്ചഭക്ഷണ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം തമിഴ്നാട്. താഴെ പറയുന്നതിന് ശരിയായ ജോഡി സുന്ദർബൻ, ഡെൽറ്റ. ഓപ്ഷൻ ബി. കേരളത്തിലെ കടുവ സംരക്ഷണ കേന്ദ്രങ്ങളിലൊന്ന് പറമ്പിക്കുളം. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ ഏതെല്ലാം എന്ന് കണ്ടെത്തുക. മനുഷ്യശരീരത്തിലെ പദാർത്ഥ സംവഹനം നടത്തുന്ന രക്തപര്യന വ്യവസ്ഥയാണ്. രക്തപര്യന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങളാണ് ഹൃദയവും രക്തക്കുഴലുകളും. മനുഷ്യ ശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ്. അത് 3 ശരിയാണ്. നാഡീവ്യവസ്ഥയുടെ പ്രധാന ഭാഗങ്ങൾ ആണ് വൃക്കകളും കരളും. അത് തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ. 2023 കേരളത്തിൽ നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്തത് കോഴിക്കോട്. പരിസ്ഥിതി സൗഹൃദപരമായ കീടനാശിനി നിയന്ത്രിത മാർഗങ്ങളിൽ പെടാത്തത് ഉറുമ്പ് പൊടി. വേരുകൾ വായുവിലേക്ക് വളരുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷകലായനിയിൽ വേരിലേക്ക് സ്പ്രേ ചെയ്യുന്നതാണ് എയറോപോണിക്സ്. അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ജീവകം വൈറ്റമിൻ ഏത്? അതിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗം ജീവകം ഡി, കണ. വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നിവ കേരളത്തിലെ ഏതു കാർഷികവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നെല്ല്. താഴെ കൊടുത്തിരിക്കുന്ന ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്ന ഏത് സന്ദർഭത്തിലാണ്? ഹൈഡ്രോക്ലോറിക് ആസിഡ് ലോഹവുമായി പ്രവർത്തിക്കുമ്പോൾ. ഓപ്ഷൻ എ. ഇരുമ്പിൻ്റെ അയിര്, ഹേമറ്റൈറ്റ്. പാരപ്പറ്റയിൽ വെച്ചിരിക്കുന്ന ഒരു ചെടിച്ചട്ടി താഴേക്ക് പതിക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഊർജ്ജമാറ്റം. ഗതികോർജ്ജം വർദ്ധിക്കുന്നു, സ്ഥിതികോർജ്ജം കുറയുന്നു. ഇന്ത്യയുടെ ഏറ്റവും പുതിയ യുദ്ധക്കപ്പലായ INS മഹേന്ദ്രഗിരിക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ മലനിരകളുടെ പേരാണ് നൽകിയിരിക്കുന്നത്? ഒഡീഷ. 2023 വനിതാ ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യന്മാരായ രാജ്യം സ്പെയിൻ. ദൃശ്യപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിച്ച പ്രതിഭാസമാണ് പ്രകീർണനം. നെക്സ്റ്റ് വൺ. ആറ്റത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് കണ്ടെത്തുക. 1, 3 ആണ്. ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്നു. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കളമാണ് പ്രോട്ടോൺ. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യവകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി എൽസ. 2023 പരിസ്ഥിതി ദിന സന്ദേശം താഴെ നൽകിയിരിക്കുന്നവയിൽ ഏതാണ്? പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക. ദഹനഫലമായി പ്രോട്ടീൻ വിഘടിച്ചുണ്ടാകുന്ന ലഘുഘടകം അമിനോ ആസിഡ്. കാൽവിരലുകൾക്കിടയിലും പാദങ്ങളിലും ചൊറിച്ചിലുണ്ടാക്കുന്ന അത്ലറ്റ്സ് ഫുഡ്സ് എന്ന രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി ഫംഗസ്. പ്രമേഹം എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് ഹോർമോണിൻ്റെ ഉൽപ്പാദനം? ഇൻസുലിൻ. 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തുന്ന പദ്ധതി ആരോഗ്യ കിരണം. ഇന്ത്യയിലെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായി പ്രഖ്യാപിച്ച കുടുംബാരോഗ്യ കേന്ദ്രം എവിടെയാണ്? കക്കോടി, കോഴിക്കോട്. 2023 സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രശസ്തനായ കാർഷിക ശാസ്ത്രജ്ഞൻ ഡോക്ടർ MS സ്വാമിനാഥൻ. നിങ്ങൾക്കിത് ഉപകാരപ്രദമെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്ഥലം ഏത്? പെരികാർഡിയം. മാക്സിൻ്റെ സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ക്ഷയരോഗബാധ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിൻ BCG. ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണി മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. താഴെ തന്നിരിക്കുന്ന വിസർജനാവയവം അല്ലാത്തതേത്? ഹൃദയം. ചുവടെ കൊടുത്തിരിക്കുന്ന വൈറസ് മൂലമുണ്ടാകുന്ന രോഗം എയ്ഡ്സ്. പുകവലി മൂലം ശ്വാസകോശത്തിലെ വായു അറകളുടെ ഇലാസ്തികത നഷ്ടപ്പെട്ട് അവ പൊട്ടുകയും വൈറ്റൽ കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്ന രോഗാവസ്ഥ ബ്രോങ്കൈറ്റിസ്.
നിങ്ങൾക്കിത് ഉപകാരപ്പെടും, നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് ഫോർ വാച്ചിങ്.